Dear students, very good morning all. Once more all are welcome to Business Management new video classroom. ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് രണ്ട് സ്പെഷ്യൽ ടേമാണ്. നമ്പർ 1 സ്പാൻ ഓഫ് മാനേജ്മെന്റ് ആൻഡ് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി. എന്താണ് സ്പാൻ ഓഫ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ, അതുപോലെ ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ ഈ രണ്ട് ടേമും എക്സാമിന് മാറി മാറി ചോദിക്കാറുണ്ട്. മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും ഉണ്ടാകുന്ന ഒരു ടേം വാട്ട് യു മീൻ ബൈ സ്പാൻ ഓഫ് മാനേജ്മെന്റ്. ദെൻ സ്പാൻ ഓഫ് മാനേജ്മെന്റ് ഇല്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കുന്നത് എന്താണ് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി എന്ന് പറഞ്ഞാൽ. ഓക്കെ, നമുക്ക് നോക്കാം വാട്ട് യു മീൻ ബൈ സ്പാൻ ഓഫ് മാനേജ്മെന്റ് ആൻഡ് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി. ദെൻ ഫസ്റ്റ് വൺ, സ്പാൻ ഓഫ് മാനേജ്മെന്റ്. Span of management. What do you mean by span of management? It simply refers to the number of subordinates who can be managed effectively by a superior. ഒരു superior ഒഫീഷ്യലിന് വളരെ ഇഫക്റ്റീവ് ആയിട്ട് എത്ര സബോർഡിനേറ്റ്സിനെ മാനേജ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് സ്പാൻ ഓഫ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ സാധാരണഗതിയിൽ ഒരു സുപ്പീരിയർക്ക് ഒരു ലിമിറ്റഡ് നമ്പർ ഓഫ് സബോർഡിനേറ്റ്സിനെ ആണ് മാനേജ് ചെയ്യാൻ പറ്റുന്നത്. അതായത് സുപ്പീരിയറിൻ്റെ കപ്പാസിറ്റി, അവരുടെ എന്തൂസിയാസ്റ്റിക് ആയിട്ടുള്ള കണ്ടീഷൻസ്, ദെൻ അവരുടെ ജോലിയോടുള്ള ആ ഒരു സ്പെഷ്യൽ ആറ്റിറ്റ്യൂഡ്, ഇതെല്ലാം കൂടി കൺസിഡർ ചെയ്തുകൊണ്ട്, അതുപോലെ തന്നെ സബോർഡിനേറ്റ്സിൻ്റെ കേപ്പബിലിറ്റി അല്ലെങ്കിൽ അവരുടെ എബിലിറ്റി, അവരുടെ സ്കില്ല്, ഇതൊക്കെ ഒരു ഫാക്ടറാണ് ഏതിൽ? സ്പാൻ ഓഫ് മാനേജ്മെന്റ്. അപ്പൊ നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള, നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള, സിമിലർ നേച്ചറിൽ ഇൻവോൾവ് ആയിട്ടുള്ള സബോർഡിനേറ്റ്സ് ആണെങ്കിൽ ഒരു സുപ്പീരിയറെ സംബന്ധിച്ചിടത്തോളം നമ്പർ ഓഫ് സബോർഡിനേറ്റ്സിനെ ഒരേ ടൈമിൽ മാനേജ് ചെയ്യാൻ വേണ്ടി പറ്റും. കാരണം എന്താണ്? സബോർഡിനേറ്റ്സിന് സെയിം ക്വാളിറ്റിയാണ്, ദെൻ സെയിം സ്കില്ലാണ്, എല്ലാവരും നല്ല ട്രെയിൻഡ് സബോർഡിനേറ്റ്സ് ആണ്. അതുപോലെ തന്നെ സിമിലർ നേച്ചർ ആയിട്ടുള്ള ആക്ടിവിറ്റീസിലാണ് സബോർഡിനേറ്റ്സ് ഇൻവോൾവ് ആയിട്ടുള്ളത് എങ്കിൽ ആ ഒരു കേസിൽ ഒരു സുപ്പീരിയറിനെ സംബന്ധിച്ചിടത്തോളം നമ്പർ ഓഫ് സബോർഡിനേറ്റ്സിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും, അല്ലെങ്കിൽ സൂപ്പർവൈസ് ചെയ്യാൻ വേണ്ടി പറ്റും. വൺസ് മോർ, വാട്ട് ഡു യു മീൻ ബൈ സ്പാൻ ഓഫ് കൺട്രോൾ? ഇറ്റ് സിംപ്ലി റെഫേഴ്സ് ടു നമ്പർ ഓഫ് സബോർഡിനേറ്റ് ഹു ക്യാൻ ബി മാനേജ്ഡ് ഇഫക്റ്റീവ്ലി ബൈ എ സുപ്പീരിയർ. ഓക്കെ, അപ്പോൾ ഇതിനെ നമുക്ക് എന്ത് പേരിൽ അറിയപ്പെടാം? സ്പാൻ ഓഫ് സൂപ്പർവിഷൻ ആണല്ലോ. ഒരു സൂപ്പർവിഷൻ നടക്കുന്നതിന്റെ എണ്ണം ലിമിറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. ദെൻ സ്പാൻ ഓഫ് മാനേജീരിയൽ റെസ്പോൺസിബിലിറ്റി. ഒരു മാനേജറിന്റെ റെസ്പോൺസിബിലിറ്റി എന്ത് ചെയ്യാണ്, അല്ലെങ്കിൽ അയാൾക്കുണ്ടാവുന്ന റെസ്പോൺസിബിലിറ്റിന്റെ വോളിയം ലിമിറ്റ് ചെയ്യപ്പെടുന്നു. ദെൻ സ്പാൻ ഓഫ് അതോറിറ്റി ഓർ സ്പാൻ ഓഫ് കൺട്രോൾ. അപ്പോൾ കൺട്രോൾ ചെയ്യുന്നതിനുള്ള ഒരാൾക്ക് ഒന്നിൽ കൂടുതൽ ആളുകളെ കൺട്രോൾ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടായിക്കൊള്ളുന്നുണ്ട്. അപ്പോൾ ഒരു ടീച്ചർ എന്ന രീതിയിൽ ഒരു ടീച്ചർക്ക് ഒരു ക്ലാസ് റൂമിൽ ഇരിക്കുന്ന 60 or 50 or 40 സ്റ്റുഡൻസിനെ ഒരേ സമയം കൺട്രോൾ ചെയ്യാൻ പറ്റിയിരിക്കണം. അപ്പോൾ ആ ഗവൺമെന്റ് കൊണ്ടുവന്ന റൂളാണ് 40 സ്റ്റുഡൻസ് ഓർ 50 സ്റ്റുഡൻസ് ഓർ 60 സ്റ്റുഡൻസ്. ദാറ്റ് മീൻസ് സ്പാൻ ഓഫ് കൺട്രോൾ ബൈ എ ടീച്ചർ. ഓക്കെ, അവിടെ ടീച്ചറാണ് ആര്? സുപ്പീരിയർ ആയിരിക്കുന്നത്. അവിടുത്തെ സബോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് ആരാണ്? അവിടെയുള്ള കുട്ടികളാണ്. അതായത് ടീച്ചർ ഒരു ടോപ്പിക്ക് ഈ പറയുന്ന മുഴുവൻ കുട്ടികൾക്കും അഡ്വൈസ് ആയിട്ട്, ഇൻസ്ട്രക്ഷൻസ് ആയിട്ട്, ഐഡിയാസ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നു. പക്ഷെ സബോർഡിനേറ്റ്സ് വരുന്നിട്ടുള്ള കൾച്ചർ ഡിഫറെൻ്റ് ആണ്, അവരുടെ എഡ്യൂക്കേഷൻ പവർ ഡിഫറെൻ്റ് ആണ്, അവരുടെ ഇന്റലിജന്റ് കപ്പാസിറ്റി ഡിഫറെൻ്റ് ആണ്. പക്ഷെ ഇവരെല്ലാം ഒരേ ഒബ്ജക്റ്റീവിലേക്ക് കൊണ്ടുവരേണ്ടതാണ് ടീച്ചർ എന്ന സുപ്പീരിയറിന്റെ ഇവിടുത്തെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ്സ് ക്ലിയർ? ദെൻ the span of control varies from individual to individual in different organization. നിർബന്ധമായിട്ടും അങ്ങനെ ഡിഫറൻഷിയേറ്റ് ആയിരിക്കും. ദാറ്റ് മീൻസ് ആളുകളുടെ കപ്പാസിറ്റി, സ്കില്ല്, നോളേജ്, അവരുടെ എബിലിറ്റി അല്ലെങ്കിൽ അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ്, ഇതിനനുസരിച്ച് കൊണ്ട് എന്തായിരിക്കും ഇൻഡിവിജ്വൽസിന്റെ എണ്ണം കൂടുകയും കുറയുകയും ഒക്കെ ചെയ്യും. ദാറ്റ് മീൻസ് ഒരു സബോർഡിനേറ്റ്സിന്റെ വോളിയം കൂടാനും കുറയാനുമുള്ള സാധ്യതകളുണ്ട്. ഓക്കെ, ദെൻ അക്കോർഡിംഗ് ടു ഉർവിക്കിന്റെ അഭിപ്രായത്തിൽ സ്പാൻ ഓഫ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ സ്പാൻ ഓഫ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ, സ്പാൻ ഓഫ്
top management is 4, but it may be between 8 to 12 for supervising management. ഓക്കെ, അപ്പോൾ ആ ഒരു സൂപ്പർവൈസിങ് ചെയ്യാനുള്ള ആ ഒരു കപ്പാസിറ്റി എന്ന് പറയുന്നത് 8 to 12 വരെയാണ് എന്നുള്ളതാണ് ഉർവിക്കിൻ്റെ അഭിപ്രായം. നെക്സ്റ്റ് പാർട്ടിൽ നമ്മൾ ചെക്ക് ചെയ്യുന്നത് വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ഡിറ്റർമിനിങ് ദ സ്പാൻ ഓഫ് സൂപ്പർവിഷൻ ഓർ മാനേജ്മെന്റ്. അതായത് ഒരു സ്പാൻ ഓഫ് മാനേജ്മെന്റ് അല്ലെങ്കിൽ സ്പാൻ ഓഫ് കൺട്രോൾ അല്ലെങ്കിൽ സ്പാൻ ഓഫ് സൂപ്പർവിഷൻ ഓർ മാനേജ്മെന്റിനെ ഡിറ്റർമിൻ ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തെല്ലാമാണ്? വിച്ച് ആർ ദ ഫാക്ടേഴ്സ്? ഏതൊക്കെ ഫാക്ടർ കൺസിഡർ ചെയ്തിട്ടാണ് സ്പാൻ ഓഫ് മാനേജ്മെന്റ് അഥവാ സ്പാൻ ഓഫ് കൺട്രോൾ നിർണ്ണയിക്കപ്പെടുന്നത്? ഒന്നാമത്തെ ഫാക്ടർ കപ്പാസിറ്റി ഓഫ് സുപ്പീരിയർ. സുപ്പീരിയറിന്റെ കപ്പാസിറ്റി. നമ്പർ 1, capacity of superior. സുപ്പീരിയറിന്റെ കപ്പാസിറ്റി, അതായത് ടോപ്പ് എക്സിക്യൂട്ടീവിന്റെ കപ്പാസിറ്റിയെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും സ്പാൻ ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ സ്കില്ല്, അദ്ദേഹത്തിന്റെ നോളജ്, അദ്ദേഹത്തിന്റെ അക്കാഡമിക് ലെവലിലുള്ള പവർ, ഇന്റലിജന്റ് പവർ, ഡിസിഷൻ മേക്കിംഗ്, കമ്മ്യൂണിക്കേഷൻ, ഈ ഒരു ഫാക്ടർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. Then certain managers have more capability of leadership, communication, decision making and control. ഓക്കെ, ചില ആളുകൾക്ക് എല്ലാ ഫാക്ടറി എത്ര കോംപ്ലിക്കേറ്റഡ് ടാസ്ക് ആയിരുന്നാലും വിത്തിൻ സെക്കൻഡ് ഓർ വിത്തിൻ മിനിറ്റ് ഓർ 15 മിനിറ്റ്സിനുള്ളിൽ അത് കംപ്ലീറ്റ് ചെയ്തിരിക്കും. എത്ര കോംപ്ലിക്കേറ്റഡ് ഇവന്റ് ട്രാൻസാക്ട് ചെയ്യാൻ പറഞ്ഞാലും വളരെ സിമ്പിൾ വേല് അത് സബോർഡിനേറ്റ്സിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരിക്കും. എത്ര അനുസരണയില്ലാത്ത ഫോളോവർ ആണെങ്കിൽ പോലും ആ ഫോളോവറിനെ കമാൻഡ് ചെയ്തുകൊണ്ട് ലീഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരിക്കും സൂപ്പർവൈസർക്ക്. അപ്പോൾ ഒരു സൂപ്പർവൈസറിന്റെ അല്ലെങ്കിൽ ഒരു സുപ്പീരിയർ അതോറിറ്റിയിലുള്ള ഒഫീഷ്യൽസിന്റെ കമ്മ്യൂണിക്കേഷൻ, ദെൻ അവരുടെ ലീഡർഷിപ്പ് അല്ലെങ്കിൽ അവരുടെ കൺട്രോളിങ് പവർ, ഇത് എങ്ങനെ ഇരിക്കുന്നു, ഡിസിഷൻ മേക്കിംഗ് എടുക്കുന്ന ആ ഒരു കാലതാമസം. ഇപ്പോൾ ഒരു സ്ഥാപനത്തിനകത്തുള്ള ഒരു സബോർഡിനേറ്റ്സ് അല്ലെങ്കിൽ ഒഫീഷ്യൽസ് എല്ലാവരും ഒരു ദിവസം സ്ട്രൈക്ക് കുടിക്കുന്നു. ഓക്കെ, അപ്പോൾ അവിടുത്തെ സുപ്പീരിയർ ഒഫീഷ്യൽ അല്ലെങ്കിൽ അതിൻ്റെ ടോപ്പ് എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു ലേബേഴ്സിൻ്റെ അല്ലെങ്കിൽ ആ ഒരു വർക്കേഴ്സിൻ്റെ സൂപ്പർവൈസർക്ക് അല്ലെങ്കിൽ ഗാങ് ബോസിന് എന്തുണ്ടായിരിക്കും? അവരെ വിളിച്ചിട്ട് എന്താണ് അവരുടെ പ്രോബ്ലംസ്, എന്തിനാണ് അവർ സ്ട്രൈക്ക് വിളിക്കുന്നത്, അതിൻ്റെ മേജർ റീസൺ എന്താണ്, അത് വിത്തിൻ ഓർഗനൈസേഷൻ ആണോ ഔട്ട്സൈഡ് ദ ഓർഗനൈസേഷൻ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. ഓക്കെ, അപ്പൊ അത് വിത്തിൻ ഓർഗനൈസേഷൻ ആണെങ്കിൽ ഏറ്റവും സിമ്പിൾ ആയിക്കൊണ്ട് അത് എന്ത് ചെയ്യാൻ പറ്റണോ? സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റണം. അത് സോൾവ് ചെയ്തെങ്കിൽ മാത്രമേ ഇവിടെ പ്രൊഡക്ഷൻ പ്രോസസ് നടക്കുള്ളൂ. പ്രൊഡക്ഷൻ പ്രോസസ് നടന്നെങ്കിൽ മാത്രമേ ക്രെഡിറ്റേഴ്സിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ നമ്മളുടെ പ്രോഡക്റ്റ് ആരൊക്കെയാണോ വാങ്ങിക്കുന്നത് അവർക്കൊക്കെ സാറ്റിസ്ഫാക്ഷൻ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ പ്രൊഡക്ഷൻ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കണം. ഓക്കെ, അപ്പൊ അത്തരം ഒരു കേസിൽ വിത്തിൻ സെക്കൻഡ് കൊണ്ട് ഡിസിഷൻ എടുത്തുകൊണ്ട് രണ്ട് പാർട്ടീസിനെയും സാറ്റിസ്ഫൈ ചെയ്യണം. ദാറ്റ് മീൻസ് മാനേജ്മെന്റിന്റെ ഭാഗത്ത് ക്ലിയർ ചെയ്യണം, അതുപോലെ വർക്കേഴ്സിന്റെ ഭാഗത്തും ക്ലിയർ ചെയ്ത് പോകണം. അത്തരത്തിലുള്ള ഒരു ഡിസിഷൻ മേക്കിംഗ് കപ്പാസിറ്റി. അപ്പം ഇത് ഓരോ ഇൻഡിവിജ്വൽസിനും ഡിഫറെൻ്റ് ആയിരിക്കും. എല്ലാവരും സെയിം ഗ്രാജുവേഷൻ അല്ലെങ്കിൽ അക്കാഡമിക് ലെവലിൽ ഒരു സുപ്പീരിയർ ഒഫീഷ്യൽസ് അല്ലെങ്കിൽ റാങ്കിലുള്ള എല്ലാ ആളുകളും എന്തായിരിക്കും? ഇപ്പോൾ SIമാർ കേരളത്തിൽ എത്രയോ സ്റ്റേഷനുകളിൽ എത്രയോ SIമാരുണ്ട്. ഓക്കെ, അപ്പോൾ ആ SIമാരുടെ എല്ലാവരുടെയും ലെവൽ എന്താണ്? ദാറ്റ് മീൻസ് അവരുടെ അക്കാഡമിക് ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ അവരുടെ ഫിസിക്കൽ സ്കില്ല് അല്ലെങ്കിൽ കപ്പാസിറ്റി എന്ന് പറയുന്നത് സെയിമാണ്. പക്ഷെ ഓരോ കേസുകൾ ഓരോ ഏരിയയിൽ വരുമ്പോൾ അത് സോൾവ് ചെയ്യാനുള്ള ആ ഒരു കപ്പാസിറ്റി എന്ന് പറയുന്നത് അത് അയാളുടെ ആ ഒരു സിറ്റുവേഷനിൽ ഉണ്ടാവുന്ന ഡിസിഷൻ പവറാണ്. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള ഒരു ഡിസിഷൻ പവർ. ഇപ്പോൾ ചില വാക്കുകൾ നമ്മൾ പറയുന്ന രീതിയിൽ ആ ഒരു അവതരണം വന്നാൽ തന്നെ അതിന് ബെസ്റ്റ് റിസൾട്ട് ഉണ്ടായിരിക്കും. അപ്പൊ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആ ഒരു രീതി അതാണ്. ചിലരതാണ് എത്ര തെറ്റായിരുന്നാൽ പോലും അദ്ദേഹം അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ലേ, അദ്ദേഹം നമ്മോട് താഴ്മയോട് സംസാരിച്ചില്ലേ എന്നുള്ള ആ ഒരു അറ്റൻഷനിൽ എന്ത് ചെയ്യും? എല്ലാ പ്രോബ്ലംസും സോൾവ് ചെയ്തു പോകും. അപ്പൊ അങ്ങനെയുള്ള കമ്മ്യൂണിക്കേഷൻ കപ്പാസിറ്റി, നല്ലൊരു ലീഡർഷിപ്പ് അല്ലെങ്കിൽ ഒരു ഡിസിഷൻ മേക്കിംഗ് കപ്പാസിറ്റി അല്ലെങ്കിൽ ഒരു കൺട്രോളിങ് പവർ ഇതുള്ള ആളുകൾക്ക് അനുസരിച്ചുകൊണ്ട് അത് നല്ല കപ്പാസിറ്റി ഉള്ള ആളുകളാണെങ്കിൽ അവർക്ക് സബോർഡിനേറ്റ്സിന്റെ വോളിയം കൂടിയാൽ നോ പ്രോബ്ലം. ഓക്കെ, അതേസമയം ഒരു 5 6 അല്ലെങ്കിൽ ഒരു മാക്സിമം 8 ഒരാൾ വന്നു കഴിഞ്ഞാൽ 9th പേഴ്സൺ വരുമ്പോഴത്തേനും
അയ്യോ പറ്റില്ല, കൺട്രോൾ ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത ടീമിലേക്ക് അല്ലെങ്കിൽ അടുത്ത സുപ്പീരിയറിന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നു. അതെന്താണ്? ഓരോ സുപ്പീരിയറിൻ്റെയും എബിലിറ്റി അല്ലെങ്കിൽ സ്കില്ല് അല്ലെങ്കിൽ അവരുടെ ആറ്റിറ്റ്യൂഡാണ്. അപ്പോൾ ഇങ്ങനെ സുപ്പീരിയറിന്റെ കപ്പാസിറ്റി എങ്ങനെ ഇരിക്കുന്നു അതനുസരിച്ചിരിക്കും സ്പാൻ ഓഫ് കൺട്രോളിന്റെ ലെങ്ത് കൂടണോ കുറയണോ എന്ന് തീരുമാനിക്കുന്നു. ഓക്കെ, സെക്കൻഡ് വൺ, കപ്പാസിറ്റി ഓഫ് സബോർഡിനേറ്റ്സ്. സെക്കൻഡ് വൺ, കപ്പാസിറ്റി ഓഫ് സബോർഡിനേറ്റ്സ്. സബോർഡിനേറ്റ്സിന്റെ കപ്പാസിറ്റി നമ്മൾ പറഞ്ഞു, സുപ്പീരിയറിന്റെ കപ്പാസിറ്റി കൂടുതലാണെങ്കിൽ എത്ര എണ്ണം സബോർഡിനേറ്റ്സിനെയും അവിടെ അയാൾക്ക് കൺട്രോൾ ചെയ്യപ്പെടാൻ പറ്റും അല്ലെങ്കിൽ സൂപ്പർവൈസ് ചെയ്യാൻ പറ്റും. അതേസമയം കപ്പാസിറ്റി ഓഫ് സബോർഡിനേറ്റ്സ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഒരേ അക്കാഡമിക് ക്വാളിഫിക്കേഷനുള്ള, നല്ല ഇന്റലിജന്റ് പവർ ഉള്ള, അല്ലെങ്കിൽ നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ള, അല്ലെങ്കിൽ നല്ല പാർഷ്യാലിറ്റി ഇല്ലാത്ത, ദെൻ നന്നായിട്ട് സിമിലർ വർക്ക് കണ്ടക്ട് ചെയ്തു പോകുന്ന സബോർഡിനേറ്റ്സ് ആണെങ്കിൽ ഇവിടെയും ഒരു സുപ്പീരിയറിന് സബോർഡിനേറ്റ്സിന്റെ എണ്ണം കൂട്ടാൻ പറ്റും. മീൻസ് ജസ്റ്റ് ഒരു അഡ്വൈസ് കൊടുത്താൽ മതിയായിരിക്കും, അവർ വർക്ക് കംപ്ലീറ്റ് ചെയ്തിരിക്കും. അപ്പൊ അത്തരത്തിലൊരു ടീമിനെയാണ് സബോർഡിനേറ്റ്സ് ആയിട്ട് കിട്ടിയതെങ്കിൽ, അതായത് ആ ഒരു സബോർഡിനേറ്റ്സിന്റെ കപ്പാസിറ്റി അല്ലെങ്കിൽ അവരുടെ എബിലിറ്റി അല്ലെങ്കിൽ അവരുടെ ആറ്റിറ്റ്യൂഡ്, വർക്കിനോട് കാണിക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ അത് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന അവരുടെ ആ ഒരു സ്പെഷ്യൽ ആറ്റിറ്റ്യൂഡ്, അത് കൺസിഡർ ചെയ്യുമ്പോൾ അത് നല്ല ഹൈ ലെവലിലുള്ള ആളുകളാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? സബോർഡിനേറ്റ്സിന്റെ വോളിയം കൂട്ടാൻ വേണ്ടി പറ്റും. ആർക്ക്? ഓരോ സുപ്പീരിയറിന്. ഓക്കെ, എ ട്രെയിൻഡ്, കോമ്പിറ്റന്റ്, എഫിഷ്യന്റ് ആൻഡ് എക്സ്പീരിയൻസ്ഡ് സബോർഡിനേറ്റ് ക്യാൻ ഫങ്ഷൻ വിതൗട്ട് മച്ച് ഹെൽപ്പ് ഫ്രം ദ സുപ്പീരിയർ. അപ്പൊ അത്രയും നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ, ഇപ്പൊ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളെ കൊണ്ട് ഒരു വർക്ക് ചെയ്യണം എന്ന് പറഞ്ഞാൽ അയാൾ നേരത്തെ വർക്ക് ചെയ്ത ഫേമിൽ എങ്ങനെയായിരുന്നു ആ വർക്ക് ചെയ്തിരുന്നത്, ആ ഒരു നേച്ചറിൽ കുറച്ചുകൂടി ഇന്നോവേറ്റീവ് ആയിക്കൊണ്ട് പുതിയ ഫോമിന്റെ ആറ്റിറ്റ്യൂഡ് അനുസരിച്ച് കൊണ്ട് അവർ വളരെ ഫ്ലുവൻ്റ് ആയിട്ട് ആ വർക്ക് കംപ്ലീറ്റ് ചെയ്തു തീർക്കും. അത് അവരുടെ ട്രെയിൻഡ് കപ്പാസിറ്റിയാണ് അല്ലെങ്കിൽ അവരുടെ ആ ഒരു എക്സ്പീരിയൻസ് ആണ് അവരവിടെ ഷെയർ ചെയ്യുന്നത്. അപ്പൊ അത്തരത്തിലുള്ള സബോർഡിനേറ്റ്സിനെയാണ് ഒരു സുപ്പീരിയർക്ക് കിട്ടുന്നതെങ്കിൽ എന്ത് ചെയ്യും? സ്പാൻ ഓഫ് കൺട്രോളിന്റെ വോളിയം കൂട്ടിക്കിട്ടും. ദെൻ തേർഡ് വൺ, നേച്ചർ ഓഫ് വർക്ക്. നേച്ചർ ഓഫ് വർക്ക്. നേച്ചർ ഓഫ് വർക്ക്. വർക്കിന്റെ നേച്ചർ. If subordinates perform similar works, then supervisor requires less attention. ഒരേ കാറ്റഗറീസിലുള്ള അല്ലെങ്കിൽ ഒരേ ക്യാരക്ടറുള്ള ഒരേ ഫീച്ചറുള്ള ഇവന്റ് ആണ് ഓരോ സബോർഡിനേറ്റ്സും കംപ്ലീറ്റ് ചെയ്യുന്നതെങ്കിൽ അതിൽ ഏതോ രണ്ടോ അതിലധികമോ സബോർഡിനേറ്റ്സിനെ മാത്രം എന്ത് ചെയ്താൽ മതി? ഒരു സുപ്പീരിയർക്ക് ഇഫക്റ്റീവ് ആയിട്ട് കൺട്രോൾ ചെയ്താൽ മതി. എല്ലാവരും ചെയ്യുന്നത് ഒരേ നേച്ചറുള്ള ഇവന്റ് ആണ്. പിന്നെ അത് സ്പെസിഫൈ ചെയ്തുകൊണ്ട് ഓരോരുത്തരെയും സൂപ്പർവൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ നേച്ചർ ഓഫ് വർക്ക് ഡിഫറെന്റ് ആണെങ്കിൽ ദെൻ ഒരു സുപ്പീരിയറിന്റെ സബോർഡിനേറ്റ്സിന്റെ വോളിയം 7 ആണ്. ഈ 7 പേഴ്സൺസും ഇൻവോൾവ് ആകുന്നത് ഡിഫറെന്റ് നേച്ചർ ഓഫ് വർക്ക് ആണെന്നുണ്ടെങ്കിൽ അവിടെ സൂപ്പർവിഷന് അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുന്നതിന്റെ വോളിയം ലിമിറ്റ് ചെയ്യപ്പെടും. അതായത് സുപ്പീരിയർക്ക് എല്ലാ കപ്പാസിറ്റിയും ഉണ്ടാവണം. ഈ ഓരോ സബോർഡിനേറ്റ്സ് ചെയ്യുന്ന ജോബിനെ കുറിച്ചിട്ടും ഡീറ്റെയിൽഡ് നോളേജ് സുപ്പീരിയർക്കുണ്ടാവും. അപ്പൊ അവിടെ സുപ്പീരിയർ എന്ത് ചെയ്യും? ഡിഫറെന്റ് നേച്ചർ ഓഫ് വർക്കിലാണ് സബോർഡിനേറ്റ് ഇൻവോൾവ് ആവുന്നതെങ്കിൽ സുപ്പീരിയർ സബോർഡിനേറ്റ്സിന്റെ വോളിയം റെഡ്യൂസ് ചെയ്യും. അതല്ല സിമിലർ നേച്ചർ ആയിട്ടുള്ള വർക്കാണ് സബോർഡിനേറ്റ്സ് കംപ്ലീറ്റ് ചെയ്ത് പോകുന്നതെങ്കിൽ ഈ സബോർഡിനേറ്റ്സിന്റെ വോളിയം കൂട്ടിക്കൊടുക്കുന്നു. ഓക്കെ, ദെൻ ഫോർത്ത് വൺ, ഡിഗ്രി ഓഫ് ഡീസെൻട്രലൈസേഷൻ. ഡിഗ്രി ഓഫ് ഡീസെൻട്രലൈസേഷൻ. Degree of decentralization. Decentralize ചെയ്യാം. That means higher the degree of centralization, then span of management is narrow because more time is required for consultation, direction and instructions. Then higher degree of decentralization, the span of management is wider. Okay, then subordinates will take action and work because authority is delegated to them. But decentralization ഉം സെൻട്രലൈസേഷനും, ഇപ്പൊ ഡീസെൻട്രലൈസേഷന്റെ വോളിയം കൂടുകയാണെന്നുണ്ടെങ്കിൽ അവിടെ സബോർഡിനേറ്റ്സ് എന്ത് ചെയ്യുന്നു? വളരെ ഫ്രീ ആയിട്ട് അവരുടെ കപ്പാസിറ്റി അല്ലെങ്കിൽ അവരുടെ സ്കില്ല് അല്ലെങ്കിൽ അവരുടെ നോളജ്
അവരുടെ ഇന്റലിജന്റ് ഇത് ഉപയോഗിച്ചുകൊണ്ട് അവർ ഓരോരുത്തരും സെൽഫ് കൺട്രോൾഡ് വർക്ക് ഇൻവോൾവ് ആകും. അതേസമയം സെൻട്രലൈസ്ഡ് ആണ് എന്നുണ്ടെങ്കിൽ, അതായത് ഡിഗ്രി ഓഫ് സെൻട്രലൈസേഷന്റെ വോളിയം കൂടുതലാണെങ്കിൽ എന്ത് ചെയ്യും? സ്പാൻ ഓഫ് കൺട്രോളിന്റെ വോളിയം കുറയും. ദാറ്റ് മീൻസ് ഒരു ഡയറക്ഷൻസ് അല്ലെങ്കിൽ സൂപ്പർവിഷൻസ് അല്ലെങ്കിൽ അഡ്വൈസ് ചെല്ലുമ്പോൾ മാത്രമാണ് എന്ത് ചെയ്യുന്നത്? സബോർഡിനേറ്റ് വർക്കിൽ ഇൻവോൾവ് ആകുന്നത്. ഏതില്? ഡിഗ്രി ഓഫ് സെൻട്രലൈസേഷൻ. അപ്പൊ ഡീസെൻട്രലൈസേഷന്റെ വോളിയം കൂടുതലാണെങ്കിൽ സ്പാൻ ഓഫ് കൺട്രോളിന്റെ വോളിയം ഓട്ടോമാറ്റിക്കലി ഇൻക്രീസ് ചെയ്യും. ഓക്കെ. Then next one, availability of staff assistants. Fifth one, availability of staff assistants. Availability of staff assistants. The staff experts can other persons provide guidance. The staff experts can provide guidance and advice to subordinates. The manager can get more time, so the span of management can be increased. ഒരു സബോർഡിനേറ്റ്സിന്, ദാറ്റ് മീൻസ് ഒരു സുപ്പീരിയർ ഒഫീഷ്യൽസ്, സുപ്പീരിയർ ഒഫീഷ്യൽസ് എക്സ്പേർട്ട് ആയിട്ടുള്ള 2 ആളുകളെ എന്ത് ചെയ്തു? അസിസ്റ്റന്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു. ദെൻ ഇതിന്റെ കീഴിലാണ് ഒത്തിരി വർക്കേഴ്സ്, ദാറ്റ് മീൻസ് ലാബേഴ്സ് ഉണ്ടാവുക. അപ്പൊ ഈ ലാബേഴ്സിനെ ഡയറക്റ്റ്ലി ആര് കൺട്രോൾ ചെയ്യുന്നുണ്ട്? ഈ എക്സ്പേർട്ട് ആയിട്ടുള്ള 2 പേര്. അപ്പോൾ മാനേജർക്ക് അല്ലെങ്കിൽ സുപ്പീരിയർക്ക് എന്ത് ചെയ്താൽ മതി? ഈ എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകളെ ഡയറക്റ്റ്ലി സൂപ്പർവൈസ് ചെയ്താൽ മതി. അതുകൊണ്ട് ഇവിടെ എന്ത് ചെയ്യുന്നു? ഈ സബോർഡിനേറ്റ്സിന്റെ വോളിയം ഇൻക്രീസ് ചെയ്യുന്നു. ഓക്കെ. അപ്പോൾ ഒരു അസിസ്റ്റൻസിന്റെ എയ്ഡ് ഉണ്ടാവുകയാണെങ്കിൽ സ്വാഭാവികമായും സബോർഡിനേറ്റ്സിന്റെ വോളിയം വർദ്ധിപ്പിക്കാൻ പറ്റും. The next one, communication techniques. Sixth one, communication techniques. Communication techniques. Communication techniques. എങ്ങനെയാണ് കമ്മ്യൂണിക്കേഷൻ ടെക്നിക്സ് ഹെൽപ്പ് ചെയ്യുന്നത്? ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ ആണ്. ഇപ്പോൾ ട്രഡീഷണൽ അപ്രോച്ചിലുള്ള ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ. ഇപ്പോൾ റീസെന്റ് എന്ത് ചെയ്തു? ഒരുപാട് ടെക്നോളജീൻ്റെ ഡെവലപ്മെന്റ് വന്നു. അപ്പോൾ ഒരുപാട് ആപ്പുകൾ എന്ത് ചെയ്തു? ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇപ്പോൾ നമ്മൾ പണ്ട് എന്താ പറയുക, കഫേയിൽ പോയിട്ട് ചെയ്തിരുന്ന അല്ലെങ്കിൽ ലാപ്പ് മാത്രം ഉപയോഗിച്ച് ചെയ്തിരുന്ന ഇവൻറ്റുകളൊക്കെ ഇന്ന് എന്ത് ചെയ്തു? ഫോണിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ന്യൂലി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ആപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? എവിടെയാണോ സൂപ്പർവൈസർ അല്ലെങ്കിൽ എവിടെയാണോ സുപ്പീരിയർ ഉള്ളത് അവിടെ ഇരുന്നു കൊണ്ട് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ഇന്നത്തെ സാഹചര്യത്തിലുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള അഡ്വാൻസ്ഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നിക്സ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ സ്പാൻ ഓഫ് കൺട്രോളിന്റെ വോളിയം കൂട്ടാൻ വേണ്ടി സാധിക്കും. അതേസമയത്ത് ട്രഡീഷണൽ അപ്രോച്ചിലുള്ള ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ അല്ലെങ്കിൽ ഡയറക്റ്റ് സൂപ്പർവിഷൻ ആണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും സ്പാൻ ഓഫ് കൺട്രോളിന്റെ വോളിയം കുറയുകയും ചെയ്യും. ദാറ്റ് മീൻസ് അതിന്റെ വോളിയം കുറച്ചെങ്കിൽ മാത്രമേ ഒരേ സമയം ഒരു സുപ്പീരിയർക്ക് കൺട്രോൾ ഫേസ് ടു ഫേസിൽ കമ്മ്യൂണിക്കേഷൻ നടത്താൻ അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻ കൊടുക്കാൻ അല്ലെങ്കിൽ അവരെ അസൈൻ ചെയ്ത് വിടാൻ എന്ന് പറഞ്ഞാൽ അതൊരു ലിമിറ്റിംഗ് ഫാക്ടറാണ്. പക്ഷെ ഇന്നെന്താണ് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് ഉള്ളത് കൊണ്ട് ഒരുപാട് അഡ്വാൻസ്ഡ് ടേംസുകൾ അല്ലെങ്കിൽ സോഫ്റ്റ്വെയറുകൾ എന്ത് ചെയ്യുന്നുണ്ട്? യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുകയാണെങ്കിൽ സ്പാൻ ഓഫ് കൺട്രോളിന്റെ വോളിയം കൂട്ടാൻ വേണ്ടി സാധിക്കും. ഓക്കെ. അപ്പോൾ ഇതാണ് മേജർ ആയിട്ടുള്ള ഫാക്ടേഴ്സ്. അതായത് സ്പാൻ ഓഫ് കൺട്രോളിന്റെ വോളിയം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നതിന്റെ ഫാക്ടേഴ്സ് ആണ്. ദാറ്റ് മീൻസ് കപ്പാസിറ്റി ഓഫ് സുപ്പീരിയർ, then capacity of subordinates, nature of work, degree of centralization, then availability of staff assistant and communication techniques. Topic: delegation of authority. Delegation of authority. Delegation of authority. Delegation of authority. എന്താണ് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി എന്ന് പറഞ്ഞാൽ? Then top level management is not able to perform all duties. നമുക്കറിയാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ കോളേജിന് എക്സാമ്പിൾ ആക്കി എടുത്താൽ ഇപ്പോൾ പ്രിൻസിപ്പൾ, ഇപ്പോൾ കോളേജിൻ്റെ പ്രിൻസിപ്പാളിന് എല്ലാ ഡ്യൂട്ടീസും പ്രിൻസിപ്പാൾ തന്നെ ചെയ്യണം എന്ന് പറഞ്ഞാൽ ഒരിക്കലും അത് സാധിക്കുന്ന ഒരു ഫാക്റ്റ് അല്ല. അതുകൊണ്ട് പ്രിൻസിപ്പൾ എന്ത് ചെയ്യുന്നു? ഓരോ കോഴ്സിനായിട്ടുള്ള
ഡിപ്പാർട്ട്മെന്റ് ഹെഡ്സിന് ഡ്യൂട്ടീസ് ഡെലിഗേറ്റ് ചെയ്തു. ഡിപ്പാർട്ട്മെന്റ് ഹെഡ്സ് എന്ത് ചെയ്യും? അവരുടെ ഫാക്കൽറ്റീസിന് ഡ്യൂട്ടീസ് ഡെലിഗേറ്റ് ചെയ്യും. ഓക്കെ, ആ ടീച്ചേഴ്സ് അല്ലെങ്കിൽ ആ ഫാക്കൽറ്റി എന്ത് ചെയ്യും? ഓരോ ക്ലാസ്സിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലാസ്സിൽ നിന്ന് ഒരു ലീഡറിനെ സെലക്ട് ചെയ്യുന്നു. ആ ലീഡർ എന്ത് ചെയ്യുന്നു? ആ ക്ലാസ്സിലുള്ള ബാക്കിയുള്ള മുഴുവൻ അവൻ്റെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ അവരുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ അവരുടെ ക്ലാസ്മേറ്റ്സിനെ മാനേജ് ചെയ്തു പോകും. അല്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഇഷ്യൂസ് ഓട്ടോമാറ്റിക്കലി ടീച്ചറിനെ അല്ലെങ്കിൽ ആ ട്യൂട്ടറെ ഇൻഫോം ചെയ്യും. ട്യൂട്ടർ എന്ത് ചെയ്യുന്നു? മറ്റു ഫാക്കൽറ്റീസിന്റെ അല്ലെങ്കിൽ മറ്റു ട്യൂട്ടറിന്റെ ഇടയിൽ അതൊരു ടോക്കായിട്ട് കൊണ്ടുവരും. എന്നിട്ട് അവരെടുത്തിട്ടുള്ള ആ ഒരു ഡിസിഷൻ അത് ഒരു പോസിറ്റീവായിട്ട് അവർക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അത് അവിടെ എൻഡ് ചെയ്യും. അതല്ല, അതിനകത്ത് ഇനിയും സൂപ്പർവിഷൻ ആവശ്യമാണ് അല്ലെങ്കിൽ ഒരു ഡീറ്റെയിൽഡ് വ്യക്തത അതിന് കിട്ടാനുണ്ട് എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റിന് ഫോർവേഡ് ചെയ്യും. ദെൻ ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റ് ഡിഫറെന്റ് സെക്ടറിൽ ഇതുപോലുള്ള ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് എന്ത് ചെയ്യും? അതിനെ ക്രോഡീകരിച്ചുകൊണ്ട് പ്രിൻസിപ്പളിന്റെ അടുത്തേക്ക് ഫോർവേഡ് ചെയ്യും. ഓക്കെ, അപ്പൊ പ്രിൻസിപ്പൾ എന്താ ചെയ്യുന്നത്? ഇതിനായിട്ടുള്ള ഒരു അക്യുറേറ്റ് ഡിസിഷൻ എടുക്കുന്നു. അപ്പൊ അവിടെ പ്രിൻസിപ്പളിന്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഈ ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റ് ഫോർവേഡ് ചെയ്തിട്ടുള്ള ഫാക്ടിനെ അനുസരിച്ച് കൊണ്ട് റിസൾട്ട് കൊടുക്കുക. അതല്ല, മുഴുവൻ ക്ലാസ് റൂമിൽ ഉണ്ടാകുന്ന ഇഷ്യൂസും സോൾവ് ചെയ്യാൻ വേണ്ടി പ്രിൻസിപ്പൾ ഇറങ്ങി വരുന്നു എന്ന് പറഞ്ഞാൽ അതൊരിക്കലും സാധ്യമല്ല. ഓക്കെ, അപ്പോൾ ഒരു കമ്പനിയുടെ കേസിൽ ചീഫ് എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള ഒഫീഷ്യൽസ്, ദാറ്റ് മീൻസ് സിഇഒമാര് എന്ത് ചെയ്യുന്നില്ല? ഡയറക്റ്റ്ലി അവിടുത്തെ എംപ്ലോയീസുമായിട്ട് യാതൊരു വിധത്തിലുള്ള കണക്ഷനും ഇല്ല. അവരെന്ത് ചെയ്യുന്നു? അവരുടെ ഡിപ്പാർട്ട്മെന്റ് മാനേജേഴ്സിന്, ഇപ്പോൾ HR മാനേജർ, പ്രൊഡക്ഷൻ മാനേജർ, ദെൻ മാർക്കറ്റിംഗ് മാനേജർ, ഓപ്പറേഷൻ മാനേജർ, ഫിനാൻസ് മാനേജർ, ഇവർക്കൊക്കെ വേണ്ട രീതിയിലുള്ള വർക്ക് അതോറിറ്റി അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റീസ് ഇഷ്യൂ ചെയ്തു പോകും. സോ അതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്, ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി എന്ന് പറഞ്ഞത്. Then top executive must share their duties with the subordinates managers. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ചീഫ് ഒഫീഷ്യൽ ആരാണോ, അപ്പോൾ ആ ഒരു എക്സിക്യൂട്ടീവ് എന്ത് ചെയ്യുന്നു? ഒരുപാട് മാനേജർ, ഇപ്പോൾ ചീഫ് എക്സിക്യൂട്ടീവ് CEO, ദാറ്റ് മീൻസ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫ് ഓർഗനൈസേഷൻ. അപ്പോൾ ചീഫ് എക്സിക്യൂട്ടീവ് ഒഫീഷ്യൽസ് ഉണ്ടായിരിക്കും. ഇപ്പോൾ മാർക്കറ്റിങ്ങിന് ഒരു മാനേജർ ഉണ്ടായിരിക്കും, ഫിനാൻസിന് ഒരു മാനേജർ ഉണ്ടായിരിക്കും, ദെൻ HRMന് ഒരു മാനേജർ ഉണ്ടായിരിക്കും, ദെൻ പ്രൊഡക്ഷന് ഒരു മാനേജർ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ CEO എന്താ ചെയ്യുന്നത്? പ്രൊഡക്ഷൻ മാനേജർക്ക് അല്ലെങ്കിൽ HR മാനേജർക്ക് അല്ലെങ്കിൽ മാർക്കറ്റിംഗ് മാനേജർക്ക് അല്ലെങ്കിൽ ഫിനാൻസ് മാനേജർക്ക് വേണ്ട അതോറിറ്റീസ് പകർന്നു കൊടുക്കും. ഓക്കെ, ദെൻ ടു പെർഫോം ദർ ഡ്യൂട്ടീസ് അതോറിറ്റി ഷുഡ് ബി ഡെലിഗേറ്റഡ്. അപ്പം എന്ത് ചെയ്യാം? HR മാനേജർ ചെയ്യേണ്ടത് എന്ത്? ഫിനാൻസ് മാനേജർ ചെയ്യേണ്ടതാണ്, പ്രൊഡക്ഷൻ മാനേജർ ചെയ്യേണ്ടതാണ്, മാർക്കറ്റിംഗ് മാനേജർ ചെയ്യേണ്ടത്. അവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡ്യൂട്ടീസ് അല്ലെങ്കിൽ അവരുടെ അതോറിറ്റീസ് എന്ത് ചെയ്യുന്നു? ഡെലിഗേറ്റ് ചെയ്തു. ഡെലിഗേഷൻ ഈസ് അസൈൻമെന്റ് ഓഫ് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി ടു ഇൻഡിവിജ്വൽസ് ടു ക്യാരി ഔട്ട് ദെയർ ഡ്യൂട്ടീസ്. ഇപ്പോൾ എക്സാമിന് ചോദിക്കാറുണ്ട്, വാട്ട് ഡു യു മീൻ ബൈ അതോറിറ്റി? ഇപ്പോൾ 2 മാർക്സ് ക്വസ്റ്റ്യൻ്റെ ഏരിയയിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വളരെ സിമ്പിൾ ആയിട്ട് ടേമാണ്, നമ്മൾ എപ്പോഴും കേട്ട് പരിചയമുള്ള ടേമാണ് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്. ദെൻ അതോറിറ്റീസ് ആസ് വെൽ ആസ് റെസ്പോൺസിബിലിറ്റീസ്. ദെൻ എന്താണ് അതോറിറ്റി എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് അസൈൻമെന്റ് ഓഫ്, ദാറ്റ് മീൻസ് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ ആ ഒരു സ്പെഷ്യൽ പവർ. അപ്പോൾ അതോറിറ്റി ഡെലിഗേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് ഡെലിഗേഷൻ നടത്തുക എന്നാണ്. അതോറിറ്റി എന്താണ്, റെസ്പോൺസിബിലിറ്റി എന്താണ്, അതുപോലെ തന്നെ ഡെലിഗേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഡെലിഗേഷൻ എന്ന് പറഞ്ഞാൽ? ഡെലിഗേഷൻ ഇസ് ദ അസൈൻമെന്റ് ഓഫ് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി ഓഫ് ഇൻഡിവിജ്വൽ ടു ക്യാരി ഔട്ട് ദെയർ ഡ്യൂട്ടീസ്. ഓരോ ഇൻഡിവിജ്വൽസിനും അവരുടേതായ ഡ്യൂട്ടീസ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ഒരു അസൈൻമെന്റ് എന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ വർക്ക് കൊടുക്കുകയാണ്. എങ്ങനെയാണ് ആ സ്പെഷ്യൽ വർക്ക് കൊടുക്കുന്നത്? അവരുടെ അതോറിറ്റിയും റെസ്പോൺസിബിലിറ്റീസും പകർന്നു കൊടുക്കുന്നു. അപ്പൊ ഓരോ ആളുകൾക്കും ഇപ്പോൾ ഒരു ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീഷ്യല് മാർക്കറ്റിംഗ് മാനേജർക്ക് വേണ്ട അതോറിറ്റി കൊടുക്കുന്നു. അതായത് മാർക്കറ്റിംഗ് മാനേജർ ഇൻവോൾവ് ആവേണ്ട പ്രോസസ് എന്തെല്ലാമാണോ ആ മുഴുവൻ പ്രോസസ്സും മാർക്കറ്റിംഗ് മാനേജർ കൊടുക്കും. അതുപോലെ ഫിനാൻസ് മാനേജർക്ക് ഒരുപാട് ഡ്യൂട്ടീസ് ചെയ്യാനുണ്ട്. അപ്പോൾ ഫിനാൻസ് മാനേജർക്കുള്ള അതോറിറ്റി, ദെൻ ഫിനാൻസ് മാനേജർക്കുള്ള റെസ്പോൺസിബിലിറ്റീസ് എന്താണോ അതെന്ത് ചെയ്യുന്നു? അവർക്ക് പകർന്നു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കൊടുക്കുന്നതിനെ ആണ് അല്ലെങ്കിൽ ആ ടേമിനാണ് നമ്മൾ എന്ത് പറയുക?
ഡെലിഗേഷൻ എന്ന് പറയും. ഡെലിഗേഷൻ ഈസ് ദ അസൈൻമെന്റ് ഓഫ് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി ഓഫ് ഇൻഡിവിജ്വൽസ് ടു ക്യാരി ഔട്ട് their duties. Okay, then definition according to ഹൈമാൻ്റെ അസംഷനിൽ എന്താണ് അതോറിറ്റി ഡെലിഗേഷൻ എന്ന് പറഞ്ഞു. ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി merely means granting of authority to subordinates to operate within prescribed limits. അപ്പോൾ ഒരു വർക്ക് നമ്മൾ ഏൽപ്പിച്ചു കൊടുത്താൽ ആ വർക്കിനെ കുറിച്ച് ലിമിറ്റേഷൻസ് ഉണ്ടായിരിക്കും. എന്തൊക്കെയായിരിക്കും ലിമിറ്റേഷൻസ്? ഒന്ന് അതിൻ്റെ ക്വാളിറ്റി, രണ്ട് അതിൻ്റെ കംപ്ലീഷൻ ടൈം, ദെൻ അതിന് ഉപയോഗിക്കാവുന്ന റിസോഴ്സസ്, അതിന് ഇൻവോൾവ് ചെയ്യാവുന്ന പാർട്ടിസിപ്പൻസിൻ്റെ എണ്ണം, അത് കംപ്ലീറ്റ് ചെയ്യുന്ന ഡേറ്റ്. ഓക്കെ, ഇതാണ് അതിൻ്റെ ലിമിറ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ പ്രിസ്ക്രൈബ്ഡ് ലിമിറ്റിനുള്ളിൽ ഓപ്പറേറ്റ് ചെയ്യുവാനുള്ള സബോർഡിനേറ്റ്സിന് കൊടുക്കുന്ന ആ ഒരു അതോറിറ്റിക്കാണ് നമ്മൾ എന്ത് പറയുക, ഡെലിഗേഷൻ എന്ന് പറയും എന്നാണ് ടിയോ ഹൈമാൻ അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. Delegation of authority merely means the granting of authority to subordinates. Granting of authority to subordinates. അപ്പോൾ ആ ഒരു സബോർഡിനേറ്റ്സിന് എന്ത് ചെയ്യാണ്, ആ ഒരു അതോറിറ്റി ഗ്രാൻഡ് ചെയ്ത് കൊടുക്കുക. എന്തിനാണ് ഗ്രാൻഡ് ചെയ്ത് കൊടുക്കുന്നത്? ടു ഓപ്പറേറ്റ് വിത്തിൻ പ്രിസ്ക്രൈബ്ഡ് ലിമിറ്റ്. ഓക്കെ, ദെൻ delegation of authority reduces the burden of top level managers. സ്വാഭാവികമായിട്ട് അല്ലെ, ഒരു വർക്ക് നമ്മൾ ഏൽപ്പിച്ചു കൊടുത്താൽ അപ്പോൾ അത് അവരുടെ ക്വാളിറ്റി അല്ലെങ്കിൽ സ്കില്ല് അല്ലെങ്കിൽ അവരുടെ ആറ്റിറ്റ്യൂഡ് കണ്ടാണ് നമ്മൾ ആ വർക്ക് കൊടുക്കുന്നത്. അപ്പോൾ എന്തായിരിക്കും, സ്വാഭാവികമായും അവരത് കംപ്ലീറ്റ് ചെയ്യും എന്നുള്ളൊരു വിശ്വാസം. അതോടൊപ്പം എന്ത് ചെയ്യുന്നു, വർക്ക് ലോഡിൻ്റെ വോളിയം ചീഫ് ഓഫീഷ്യൽസിനെ റെഡ്യൂസ് ചെയ്ത് പോവുകയും ചെയ്യും. ഓക്കെ, സം പവേഴ്സ് ടു ഹിസ് സബോർഡിനേറ്റ്സ് മാനേജേഴ്സ് എന്ന് പറഞ്ഞാൽ സർട്ടൺ പവേഴ്സ് എന്ത് ചെയ്യുന്നു, ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുന്നു. സർട്ടൺ പവർ എന്ത് ചെയ്യുന്നില്ല, ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഡെലിഗേഷൻസ് എന്ന് പറഞ്ഞാൽ അതിൽ ഇൻവോൾവ് ആകുന്ന ഡിഫറെൻറ്റ് ഫാക്ടേഴ്സ്. നമ്പർ 1, ഡിവൈഡിങ് വൺസ് വർക്ക് ആൻഡ് എൻട്രസ്റ്റിംഗ് എ പാർട്ട് ഓഫ് ഇറ്റ്സ് ടു അതേഴ്സ്, ദാറ്റ് മീൻസ് സബോർഡിനേറ്റ്സ് മാനേജേഴ്സ്. അപ്പോൾ ഒരു ടോട്ടൽ വർക്കിനെ ഡിഫറെൻറ്റ് പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു, അത് സബോർഡിനേറ്റ്സിനെ ഡെലിഗേറ്റ് ചെയ്യുന്നു. ദെൻ എൻഷുറിംഗ് ദാറ്റ് ദേ ഗെറ്റ് ഇറ്റ് ഡൺ ആൻഡ് ഹി വുഡ് ഹാവ് അക്കോംപ്ലിഷ്ഡ് ഹിംസെൽഫ്. അപ്പോൾ ഓരോ സൂപ്പർവൈസറും അല്ലെങ്കിൽ സുപ്പീരിയറും എന്ത് ചെയ്യുന്നു, എൻഷുർ ചെയ്യുന്നു ഇവർ അത് ടൈമിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്തു കിട്ടും എന്ന്. ഓക്കെ, ദെൻ വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡെലിഗേഷൻ? ഡെലിഗേഷൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഏതെല്ലാമാണ്? ടൈപ്സ് ഓഫ് ഡെലിഗേഷൻ ഏതെല്ലാമാണ് ഡെലിഗേഷൻ്റെ ടൈപ്സ്? ദെൻ നമ്പർ 1, സ്പെസിഫിക് ആൻഡ് ജനറൽ. സ്പെസിഫിക് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി, ജനറൽ അതോറിറ്റീൻ്റെ ഡെലിഗേഷൻസ്. അപ്പോൾ എന്ത് ചെയ്യുന്നു, സ്പെഷ്യൽ ആയിട്ട് അല്ലെങ്കിൽ ജനറൽ ആയിട്ട് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി നടത്തുന്നു. അതുപോലെ റിട്ടൺ ആൻഡ് അൺറിട്ടൺ അല്ലെങ്കിൽ റിട്ടൺ ഓർ ഓറൽ. അപ്പോൾ നമ്മൾ രേഖാമൂലം എഴുതി തയ്യാറാക്കിയിട്ട് അതോറിറ്റി ഡെലിഗേറ്റ് ചെയ്യുന്നു, അതല്ല ഓറലായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ട് അതോറിറ്റി ഡെലിഗേറ്റ് ചെയ്യുന്നു. ദെൻ ഫോർമൽ ആൻഡ് ഇൻഫോർമൽ. ഫോർമൽ ആയിട്ട് അല്ലെങ്കിൽ ഇൻഫോർമൽ ആയിട്ട്, ദാറ്റ് മീൻസ് ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ ബേസിൽ അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ബേസിൽ, ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു കോൺട്രാക്റ്റിൻ്റെ ബേസിൽ, ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ ബേസിൽ എന്ത് ചെയ്യുന്നു, അതോറിറ്റി ഡെലിഗേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇൻഫോർമലായിട്ടും ഫോർമലായിട്ടും. ദെൻ എന്താണ് സ്പെസിഫിക് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി എന്ന് പറയുന്നത്? ഇഫ് എ ഫംഗ്ഷൻ ഈസ് അസൈൻഡ് ടു ആൻ ഇൻഡിവിജ്വൽ ഈസ് സ്പെസിഫിക്. നമ്മൾ പറഞ്ഞു ഇപ്പോൾ ഇവിടെ ഫിനാൻസ് നേച്ചറിലുള്ള ഡ്യൂട്ടീസ് അല്ലെങ്കിൽ അതോറിറ്റീസ് മാർക്കറ്റിങ്ങോ അല്ലെങ്കിൽ HRM-നോ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഇത്തരത്തിലുള്ള മാനേജേഴ്സിന് ഫോർവേഡ് ചെയ്ത് കൊടുത്തിട്ട് കാര്യമില്ല. അത് ആർക്ക് വേണം തന്നെ കൊടുക്കണം, ഫിനാൻസ് മാനേജർക്ക് തന്നെ കൊടുക്കണം. ഓക്കെ, ഇതാണ് സ്പെസിഫിക് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി എന്ന് പറയുന്നത്. എന്നാൽ കോമൺ ആയിട്ടുള്ള എല്ലാ സബോർഡിനേറ്റ്സിനും ബാധിക്കുന്ന ഒരു ഇവന്റ് ആണെന്നുണ്ടെങ്കിൽ അത് ജനറൽ ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് കോമൺ ആയിട്ടുള്ള ഒരു ഫാക്ട്, ദാറ്റ് മീൻസ് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി ഇൻ ജനറൽ വേ. അപ്പോൾ പൊതുവായിട്ട് എല്ലാവർക്കും ഇൻവോൾവ് ആവേണ്ട ഒരു ഫാക്ട് എന്താണോ അത് അസൈൻ ചെയ്ത് കൊടുക്കുന്നത് ജനറൽ ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി എന്ന് പറയും. ഓക്കെ, ദെൻ റിട്ടൺ ആൻഡ് അൺറിട്ടൺ ഓർ റിട്ടൺ ഓർ ഓറൽ. അപ്പോൾ റിട്ടൺ ആയിക്കൊണ്ട് അവർക്ക് ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നു, അതല്ലെങ്കിൽ വളരെ കോമൺ ആയിട്ട് ഓറലായിട്ട് അവരോട് എന്ത് ചെയ്യുന്നു, കമ്മ്യൂണിക്കേറ്റ് ചെയ്തു പോകുന്നു. അതിനെയാണ് റിട്ടൺ ഓർ
ഓറൽ ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി. ഫോർമൽ ആൻഡ് ഇൻഫോർമൽ. ഒരു ഫോർമാലിറ്റീസ് ഫോം ചെയ്യും. ഫോർമൽ ഡെലിഗേഷൻ ഇൻവോൾവ്സ് entrustment of specific responsibility and authority to a position. Then an obligation is created to perform the work. Then in case of informal delegation of authority, no specific responsibility or authority is entrusted. Then subordinates perform duty without compulsion. അപ്പോൾ അവിടെ ഒരു കമ്പൽ ഇല്ല, അല്ലെങ്കിൽ ഒരു ഫോഴ്സ് ഇല്ല എന്ന് പറഞ്ഞാൽ ജനറൽ ആയിട്ട് നമ്മൾ പറഞ്ഞു. അപ്പോൾ അതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത് ആരാണോ അവരെന്ത് ചെയ്യുന്നു, കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. പക്ഷെ ഇവിടെ എന്ത് ചെയ്യുന്നില്ല, ഫോർമൽ ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി ആണെന്നുണ്ടെങ്കിൽ അവിടെ സ്പെസിഫൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്, അവർ ആ പറയുന്ന ലിമിറ്റിനുള്ളിൽ അത് കംപ്ലീറ്റ് ചെയ്ത് തീർക്കുകയാണ്. ഓക്കെ, അപ്പോൾ അത്തരത്തിലാണ് ടൈപ്സ് ഓഫ് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റീസ് ഉണ്ടാവുക. അപ്പോൾ ടൈപ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ സ്പെസിഫിക് or general, then written or unwritten. അതല്ലെങ്കിൽ എന്താ പറയാ, നമുക്ക് ഓറൽ എന്ന് പറയും. സ്പെസിഫിക് ഓർ ജനറൽ, റിട്ടൺ ഓർ അൺറിട്ടൺ. മൂന്നാമത്തെ ഫാക്ടർ ഏതാണ്, ഫോർമൽ ഓർ ഇൻഫോർമൽ. ഫോർമൽ ആയിട്ട് അല്ലെങ്കിൽ ഇൻഫോർമൽ ആയിട്ട് എന്ത് ചെയ്യുന്നു, ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി. ഇസ് ഇറ്റ് ക്ലിയർ?